ഫോൺവിളി വിവാദത്തിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിന് ക്ലീൻ ചിറ്റ്. സുജിത് ദാസിനെതിരെ തെളിവില്ല എന്ന് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്. ഫോൺ സംഭാഷണം പുറത്തുവിട്ട PV അൻവർ അന്വേഷണ സമിതിക്ക് മുമ്പിൽ ഹാജരായില്ല, തെളിവും ഹാജരാക്കിയില്ല. അതേസമയം ഫോൺ ഹാജരാക്കാൻ മാത്രമാണ് നോട്ടീസ് ലഭിച്ചത് എന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നുമാണ് PV അൻവർ പറയുന്നത്. തെളിവ് നശിപ്പിക്കും എന്ന ഭയത്തിലാണ് ഫോൺ നൽകാതിരുന്നത് എന്നും അൻവർ പറയുന്നു. എന്നോട് ഹാജരാകാൻ പറഞ്ഞിട്ട് ഒരു നോട്ടീസോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ എന്നെ വരുന്ന് കാണുകയോ എന്നോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് എനിക്കൊരു നോട്ടീസ് അയച്ചു, ഫോൺ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഫോൺ ഹാജരാക്കാൻ കഴിയില്ല ഒരു കാരണവശാലും. മൊഴിയെടുപ്പില്ല, ചോദ്യം ചെയ്യലില്ല, കാര്യങ്ങൾ അന്വേഷണമില്ല, ഫോൺ ഹാജരാക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ്. ഈ പോലീസിനെ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങനെ ഫോൺ ഹാജരാക്കുക? ആരെ കയ്യിൽ ഹാജരാക്കുക? ഉള്ള തെളിവുകൾ കൂടി അവരുടെ കയ്യിൽ കൊടുത്താൽ, ഇത് നശിപ്പിച്ചാൽ നാളെ എനിക്കൊരു കോടതിയിൽ പോകാൻ പോലുള്ള പ്രൊവിഷൻ പോലും ഇല്ലാണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ദേവൻ ചേരുന്നു. ദേവൻ, ഇതിപ്പോൾ അദ്ദേഹം പറയുന്നതിലൊരു കാര്യമുണ്ട്. കാരണം ഫോൺ ഹാജരാക്കാൻ മാത്രമായിട്ട് നോട്ടീസിൽ കിട്ടുക, ഫോൺ അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ അവർ അത് മിസ്യൂസ് ചെയ്യില്ല എന്താണ് ഉറപ്പ് എന്ന് അദ്ദേഹത്തിന് സംശയിക്കാം. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കുകയോ അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിക്കുകയോ ചെയ്യാതെ ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും? എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? തീർച്ചയായും സനീഷ്, PV അൻവറിന്റെ വാദം അതാണെങ്കിൽ കൂടിയും അന്വേഷണ സംഘം അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് രണ്ട് കൂട്ടർക്കും, SP സുജിത് ദാസിനും ഒപ്പം തന്നെ PV അൻവർക്കും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ട ഫോൺ അതൊരു ഡിജിറ്റൽ തെളിവായിട്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാനുമായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതേസമയം SP സുജിത് ദാസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിക്കൊണ്ട് തന്റെ ഭാഗം വിശദീകരിച്ചത് താൻ ഇത്തരത്തിൽ PV അൻവറുമായി യാതൊരു തരത്തിലുള്ള ഫോൺ സംഭാഷണവും നടത്തിയിട്ടില്ല എന്ന് തന്നെ, അല്ലെങ്കിൽ ആ വാദം തന്നെ ആവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമായിരുന്നു. മറ്റ് കോൾ റെക്കോർഡുകളൊന്നും, അതായത് ഈ ഇരുവരും തമ്മിൽ സംസാരിച്ചതിന് മറ്റ് ടെലിഫോൺ സംഭാഷണങ്ങളോ അതിന്റെ കോൾ റെക്കോർഡുകളോ ഒന്നും തന്നെ ലഭ്യമല്ല. വാട്സാപ്പ് കോളിലൂടെ SP സുജിത് ദാസുമായി PV അൻവർ സംസാരിച്ച ഒരു സംഭാഷണം മറ്റൊരു ഫോണിലൂടെ റെക്കോർഡ് ചെയ്യുകയും അത് പിന്നീട് പുറത്തുവിടുകയുമായിരുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുകയുമായിരുന്നു PV അൻവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തെളിവ് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാത്ത പക്ഷം ആ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരമേഖല IG ഒപ്പം തന്നെ ഇന്റലിജൻസ് IGയും സർക്കാരിന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ SP സുജിത് ദാസിനെതിരെ തെളിവുകളൊന്നും ഹാജരാക്കാത്ത പക്ഷം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും PV അൻവർ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ആവർത്തിച്ച വാദമെന്ന് പറയുന്നത് ഈ ഫോൺ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് അതിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഫോൺ ഹാജരാക്കരുതെന്നാണ് PV അൻവർ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഏതായാലും മാസങ്ങൾ നീണ്ടു നിന്നൊരു അന്വേഷണമായിരുന്നു, ഏറെ വിവാദമായ ഒരു വിഷയമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് LDFന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ PV അൻവർ ജയിച്ചു വരികയും പിന്നീട് ഈ ക്വാർട്ടേഴ്സിൽ നിന്നും മരമുറിച്ച് മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം SP ശശിധരനെതിരെ കൊമ്പ് കോർക്കുന്നു PV അൻവർ. പിന്നീട് മുൻപ് SP ആയിരുന്നിട്ടുള്ള SP സുജിത് ദാസിന്റെ നേരെ ഈ ഒരു പരാതിയുമായി വരുന്നു. ഈ പരാതി പിൻവലിക്കാനാണ് സുജിത് ദാസ് തന്നെ ബന്ധപ്പെട്ടതെന്നും ഈ പരാതി പിൻവലിക്കണമെന്ന് ഫോണിലൂടെ ആവശ്യപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒപ്പം തന്നെ മുതിർന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വ്യക്തികൾക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും ചുരിഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു സംഭാഷണം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനകത്ത് ഇപ്പോൾ വലിയൊരു അന്വേഷണം നടന്നിരിക്കുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട്. നന്ദി ദേവൻ, വിവരങ്ങൾക്ക്. മറ്റൊരു